ഇപ്പോൾ നമ്മൾ പോകുന്നത് ഈ ശബരിമല മകരവിളക്ക് ദർശനവുമായി ബന്ധപ്പെട്ട ഒരു പ്രധാനപ്പെട്ട ഇടത്തേക്കാണ്, പുല്ലുമേട്ടിലേക്കാണ്. പുല്ലുമേട്ടിൽ ഒരുപാട് നിയന്ത്രണങ്ങളുണ്ട്. പോയ കാലത്ത് സംഭവിച്ച ചില അപകടങ്ങളുടെ പശ്ചാത്തലത്തിലൊക്കെ വലിയ നിയന്ത്രണങ്ങളുണ്ട്. പുല്ലുമേട്ടിൽ നിന്ന് രാഹുൽ വിജയൻ ചേരുകയാണ് തത്സമയം. രാഹുൽ, ശബരിമലയിലേക്കുള്ള 3 പ്രധാന വഴികൾ, അതിൽ തന്നെ ഒരുപക്ഷെ ഈ പോയ സീസണിൽ എടുത്തു നോക്കിയാൽ മുൻ സീസണുകളിലേക്കാളൊക്കെ കൂടുതൽ ആളുകൾ ഈ ഒരു ട്രക്കിംഗ് മാതൃകയിൽ തന്നെ ഈ വനത്തിലൂടെയുള്ള പരമ്പരാഗത കാനനപാതയിലൂടെ, അത് പുല്ലുമേട് വഴിയാണെങ്കിൽ അങ്ങനെ, അല്ലെങ്കിൽ എരുമേലിയിൽ നിന്ന് അഴുത വഴി, കാളകെട്ടി വഴിയാണെങ്കിൽ അങ്ങനെയൊക്കെ വരാൻ കൂടുതൽ ആളുകൾ തയ്യാറാകുന്ന, കൂടുതൽ പേർ താല്പര്യം പ്രകടിപ്പിക്കുന്ന ഒരു സീസൺ കൂടിയാണ് കടന്നുപോയത് നമ്മൾ കണ്ടത്. എന്താണ് പുല്ലുമേട്ടിലെ നിയന്ത്രണങ്ങൾ എങ്ങനെയാണ്, പുല്ലുമേട്ടിലെ ക്രമീകരണങ്ങൾ എങ്ങനെയാണ്? അവിടെ ദൃശ്യങ്ങളിൽ തന്നെ പലയിടങ്ങളിലായി ഭക്തരെത്തുന്നുണ്ട്. അവരെ കൃത്യമായി നിയന്ത്രിച്ച് പോയകാല അനുഭവങ്ങളുടെ പശ്ചാത്തലത്തിൽ കൂടി അവരെ അവിടെ ക്രമീകരിച്ചിരിക്കുന്നു എന്ന് മനസ്സിലാക്കുന്നു. അവിടെ ഒരു മഴക്കോളൊക്കെ ഉണ്ടോ? വെയിൽ കാര്യമായിട്ടില്ല, അതൊരു സുഖമായ ഒരു കാത്തിരിപ്പാണ് എന്നും മനസ്സിലാക്കുന്നു. ഗോകുൽ, തീർച്ചയായിട്ടും ഇത്തവണ ഈ മണ്ഡല മകരവിളക്ക് ഈ കാലയളവിൽ 2 ലക്ഷത്തോളം തീർത്ഥാടകർ സത്രം പുല്ലുമേട് വഴി ശബരിമല തീർത്ഥാടനത്തിനായി പോയിട്ടുണ്ട് എന്നുള്ളതാണ് വളരെ പ്രധാനപ്പെട്ട കാര്യം. മകരവിളക്ക് ദിവസവും ഇന്നും വലിയ ജനത്തിരക്ക് ഈ പുല്ലുമേട്ടിലുണ്ട്, മകരവിളക്ക് ദർശിക്കുന്നതിന് വേണ്ടി ഉണ്ട് എന്നുള്ളതാണ് വളരെ പ്രധാനമായും എടുത്തു പറയേണ്ടത്. സാധാരണ വർഷങ്ങളിൽ നിന്ന് അപേക്ഷിച്ച് ഇത്തവണ കൂടുതൽ ആളുകൾ എത്താനുള്ള ഒരു സാധ്യതയുണ്ട്. കാരണം ശബരിമലയിൽ നിയന്ത്രണങ്ങൾ ഉള്ളത് കൊണ്ട് തന്നെ, ആളുകളുടെ എണ്ണത്തിൽ അവിടെ നിയന്ത്രണം ഏർപ്പെടുത്തിയിരിക്കുന്നത് കൊണ്ട് തന്നെ പുല്ലുമേട്ടിലേക്ക് കൂടുതൽ ആളുകൾ എത്താനുള്ള സാധ്യത നേരത്തെ തന്നെ പോലീസും അതുപോലെ തന്നെ റവന്യൂ വകുപ്പും ഉൾപ്പെടെയുള്ള ആളുകൾ, സർക്കാർ സംവിധാനങ്ങൾ എല്ലാവരും തന്നെ കണക്ക് കൂട്ടിയിരുന്നു. അതിന്റെ ഭാഗമായിട്ടുള്ള ക്രമീകരണങ്ങളെല്ലാം തന്നെ ഇവിടെ ഏർപ്പെടുത്തിയിട്ടുണ്ട് എന്നുള്ളതാണ് വളരെ പ്രധാനപ്പെട്ട കാര്യം. 1500 പോലീസുകാരെ സുരക്ഷയ്ക്ക് വേണ്ടി മാത്രമായിട്ട് നിയോഗിച്ചിട്ടുണ്ട്. മാത്രമല്ല വിവിധ സർക്കാർ വകുപ്പുകളിലെ ഉദ്യോഗസ്ഥർ ഏർപ്പെട്ടുകൊണ്ടാണ് ഇവിടെ മറ്റ് സംവിധാനങ്ങളെല്ലാം തന്നെ ഒരുക്കുകയും ചെയ്തിട്ടുള്ളത്. ഏകദേശം 5000-നും 10,000-നും ഇടയിൽ തീർത്ഥാടകർ ഈ മകരവിളക്ക് ദർശിക്കാൻ പുല്ലുമേട്ടിലേക്ക് എത്തും എന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്. അതിനു വേണ്ടിയിട്ടുള്ള ക്രമീകരണങ്ങളാണ് നിലവിൽ ഇവിടെ ഏർപ്പെടുത്തിയിട്ടുള്ളത്. നമ്മൾ ഈ കാണുന്ന പോലെ തന്നെ ഇന്ന് രാവിലെ 6 മണി മുതലാണ് പുല്ലുമേട്ടിലേക്ക് കോഴിക്കാനം വഴി മകരവിളക്ക് ദർശിക്കുന്നതിന് വേണ്ടി തീർത്ഥാടകരെ കയറ്റിവിട്ടു തുടങ്ങിയത്. നിലവിൽ ഇവിടെ ഏകദേശം 4000-ത്തിലധികം ആളുകൾ എത്തിയിട്ടുണ്ട് എന്നുള്ളതാണ് പോലീസിന്റെ കണക്ക് പ്രകാരം മനസ്സിലാക്കാൻ കഴിയുന്നത്. കൂടുതൽ ആളുകൾ ഇങ്ങോട്ടേക്ക് എത്താനുള്ള സാധ്യതയുണ്ട്. 6 മണിയോടുകൂടിയും ഇങ്ങോട്ടേക്ക് കയറി വരുന്ന ആളുകൾ എല്ലാവരും തന്നെ പുല്ലുമേട്ടിലേക്ക് എത്തും എന്നുള്ളതാണ് മനസ്സിലാക്കാനും കഴിയുന്നത്. സാധാരണ നമ്മൾ ഈ കാണുന്ന ഈ പ്രദേശത്ത് ഈ 2011-ൽ ഇതിലും കൂടുതൽ ആളുകൾ ഉണ്ടായിരുന്നതാണ്. 2011-ലെ അപകടത്തിന് പിന്നാലെയാണ് ഇങ്ങോട്ടേക്കും ആളുകൾ വരുന്നതിന് ഒരു നിയന്ത്രണം ഉണ്ടായത്. മാത്രമല്ല വാഹന സൗകര്യം ഉൾപ്പെടെ കോഴിക്കാനം വഴി ഇങ്ങോട്ടേക്ക് ഉണ്ടായിരുന്നു. വാഹനങ്ങളിലൊന്നും ഇങ്ങോട്ടേക്ക് ആളുകളെ കടത്തിവിടില്ല. വനമേഖലയിലൂടെ, വനപാതയിലൂടെ പൂർണ്ണമായിട്ടും ആളുകൾ നടന്നു മാത്രമേ ഈ പുല്ലുമേട്ടിലേക്ക് എത്താൻ കഴിയുകയുള്ളൂ. വലിയ തരത്തിലുള്ള നിയന്ത്രണങ്ങൾ 2011-ലെ അപകടത്തിന് ശേഷം ഏർപ്പെടുത്തിയിട്ടുണ്ട്. എന്നാലും നിലവിൽ ആശങ്കപ്പെടാതെ സുരക്ഷിതമായിട്ട് തന്നെ മകരവിളക്ക് ദർശിക്കാൻ ഭക്തർക്ക് കഴിയും. രാഹുൽ വിജയനാണ് പുല്ലുമേട്ടിൽ നിന്ന് വിവരങ്ങൾ നൽകിയത്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.